ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നേ ഞാനേ ലൈവ് വന്നായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ ഞാൻ സൺഡേ വരുമ്പം വൈകിട്ട് വരുന്ന പലരും പറഞ്ഞായിരുന്നു സൺഡേ വൈകിട്ടായതുകൊണ്ട് പറ്റത്തില്ല, സൺഡേ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ ഇവിടെ പറയുന്നേരം പോൾമോൻ തന്ന ഐഡിയ ആണിത്. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഇങ്ങനെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ ലൈവ് പോകുന്നു. ഞാൻ പറഞ്ഞു, അന്നേരം എടാ എൻ്റെ കയ്യിൽ വേറെ മൊബൈലില്ലല്ലോ എനിക്ക് അന്നേരത്തെ വീഡിയോ എടുക്കാൻ. അങ്ങനെ അപ്പം ഞാൻ എന്ത് ചെയ്തെന്നോ, എൻ്റെ മൊബൈലിൽ ലൈവ് വന്നിട്ട് പച്ചട്ട മൊബൈലിൽ എൻ്റെ വീഡിയോ എടുത്താൽ അന്നത്തെ. അപ്പോൾ ലൈവിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും സൺഡേലായിരുന്നു എന്തോ ഞാനിങ്ങനെ ലൈവ് വന്നപ്പോഴും കുറച്ച് നേരം ഒരു പകുതി ടൈമൊക്കെ എനിക്ക് കമൻറ്റ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആൾക്കാരുടെ കമൻറ്റ് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അനക്കമില്ല. ഞാൻ ചിന്തിച്ചാണ് അന്നേരം ആരും കാണത്തില്ല. അങ്ങനെ ഞാനങ്ങ് ഓഫാക്കി. അപ്പോൾ ഓഫാക്കിയിട്ട് ഞാൻ വൈറ്റി സ്റ്റുഡിയോയിൽ പോയി നോക്കിയുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു കമൻറ്റ് വന്ന്, ചേച്ചിക്ക് ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്, പക്ഷേ ചേച്ചി അത് കാണുന്നില്ല, ചേച്ചി അതിന് റിപ്ലൈയും കൊടുക്കുന്നില്ല. അപ്പോൾ പ്രീതി ചേച്ചിയും പറഞ്ഞായിരുന്നു ഞാൻ കമൻറ്റ് ഇട്ടായിരുന്നു, വിജി അതിന് റിപ്ലൈ തന്നില്ലെന്ന്. അപ്പോൾ എനിക്കത് കാണുന്നില്ല കമൻറ്റ്. അപ്പോൾ ഇന്നും അതുപോലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ലാസ്റ്റ് ഒരു കമൻറ്റ് വന്നിട്ട് പിന്നെ ഒരു കമൻറ്റ് ഇല്ല. അപ്പം പ്രൈസമ്മോൾ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു. സ്കൂളിൽ നിന്ന് അവൻ്റെ മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊടുത്ത് ഞാൻ പറഞ്ഞു, മമ്മിയുടെ ലൈവ് ഇതാ വന്നെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് അവൻ പറഞ്ഞു, താണ്ട മമ്മി എന്താ റിപ്ലൈ പറയാത്തത്, ഇങ്ങനെ 1-2 കമൻറ്റ് വന്ന് നോക്കിയോണേ. അവൻ്റെ മൊബൈലിൽ കമൻറ്റ് കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ലൈവിൽ എൻ്റെ മൊബൈലിൽ കമൻറ്റ് കാണുന്നില്ല. പിന്നെ കൊച്ചിൻ്റെ മൊബൈൽ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഈ ആൾക്കാർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തത്. അപ്പോൾ ഇന്ന് ഒത്തിരിയും പേര് വന്നായിരുന്നു, പുതിയ ആൾക്കാരൊക്കെ വന്നായിരുന്നു. അപ്പം നാളെയും ഇങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു അതാന്നല്ലേ. അപ്പം നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോലിയും പെട്ടെന്ന് നടക്കുന്നുണ്ടൊരു നമ്മുടെ അടുത്തൊരാളിരുന്ന് സംസാരിച്ച് എൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ജോലി ചെയ്യാനും നല്ലതാണ്. അപ്പം നാളെ ഞാൻ വരാൻ നോക്കാമേ. നിങ്ങൾ സമയം കിട്ടുന്നവരൊക്കെ ഒന്ന് വാ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ പ്രൈസമ്മോൻ എൻ്റെ കാര്യങ്ങളും പപ്പയുടെ മൊബൈൽ മോട്ടിച്ച് പാസ്വേഡ് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് എൻ്റെ കുഞ്ഞ് പഠിക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ അത് കാണിക്കുന്നുണ്ട്. അതിനൊന്നും ആരുടെ റിപ്ലൈ അങ്ങോട്ട് വന്നില്ല. അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുമോ എന്നും ഈ ചേച്ചി ഇങ്ങനെ കാണാനാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ വരും, അതുകൊണ്ട് സ്കിപ്പ് അടിച്ച് പോകല്ലേ. ചില ദിവസങ്ങളിലൊക്കെ നല്ല ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഇവർക്ക് ടിഫിൻ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റിനും എന്നും എന്താ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതെന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചെയ്യുന്നുണ്ടേ. ഒന്ന് നോക്കേ. വെറൈറ്റി എല്ലാവരും മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും. ഞാനങ്ങനെ പണ്ട് അത് വെജിറ്റബിളൊക്കെ ഇട്ട് നമ്മൾ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്തിരി മധുരത്തിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇനി ഞാൻ ബിടുപടി ചെയ്യുന്നേ ഇല്ല. നാളെ നമുക്ക് ലൈവിൽ ബിടുപടി ചെയ്യാം കേട്ടോ. ഓക്കെ. അന്നേരം രാവിലെ സത്യം പറഞ്ഞാൽ ഇന്നൊരു മൂടോടെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇതിലല്ല എണീറ്റത്. 5 മണിയായപ്പോഴേ അലാറം അടിച്ചോണ്ടേ ഇങ്ങനെ അലാറം ഓഫാക്കിയിട്ട് ഇച്ചിരി ഞെണിങ്ങിയാണ് ഞാൻ എണീറ്റ് ഇങ്ങനെ ഇരുന്നത് ഇവിടെ. കാരണം ഇന്നലെ റീച്ചാൻ വരാൻ ഒത്തിരി ലേറ്റായി, ഒരു 12 മണി കഴിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഉറക്കം വരത്തില്ല. റീച്ചാൻ വന്ന് ആഹാരമൊക്കെ കഴിച്ച് റീച്ചാൻ ഉറങ്ങി. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഉറക്കം വന്നില്ല. ഈ കിടന്ന് അങ്ങോട്ട് കണ്ണി മയക്കം കയറിയപ്പം അലാറും അടിച്ച്. അപ്പോൾ എന്തു വന്നാലും നമ്മൾ എണീറ്റല്ല ഒക്കത്തുള്ളൂ. അമ്മമാരുടെ ഗതിയല്ല ഇങ്ങനെ, വീട്ടമ്മമാരുടെ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ സേമിയ ഉണ്ടല്ലോ, സേമിയയും കൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ കൊടുത്ത് വിടാമെന്ന് വെച്ച്. അപ്പം ഞാൻ ചായക്ക് അവിടെ തിളപ്പിക്കാൻ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം ഇങ്ങനൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി നെയ്യ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ ക്യാഷ്യൂനട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് ബദാമും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്യാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുമ്പം കുറേയും കൂടെ നല്ലതാണ്. അപ്പം ഞാനിത് ഒന്ന് വറുത്തിങ്ങനെ മുന്തിരിങ്ങ ഇങ്ങനെ ഇതാണ് ഒന്ന് വറുത്ത് പോരുന്നുണ്ടേ. അപ്പം ഞാൻ ഇന്ന് ചായ ഇട്ടത് പാലോട് ഒഴിച്ചല്ല, തേയിലവെള്ളം തിളയ്ക്കുന്നുണ്ട്. പാലിവിടെ കുക്കറിൽ തിളയ്ക്കുന്നേ ഉള്ളൂ. കൊച്ചിന് കൊണ്ട് കൊടുത്തില്ല ഞാൻ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് എടുക്കട്ടെ എന്ന് ചിന്തിച്ചേ. ഇത് ഞാൻ ഉണ്ടാക്കിയെങ്കിലും ഇവിടെ പോളിനും
പോളിന് ഇന്നലെ ഞാൻ ഈ സേമിയ എടുത്ത് വെളിയിൽ പാക്കറ്റ് വെച്ചപ്പോഴേ അവൻ പറഞ്ഞു, മമ്മി ഇതാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന്. കാരണം അന്ന് ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ. ഞാൻ പറയടാ ഇന്ന് ഉപ്പുമാവ് ഇതുണ്ടാക്കുന്നത് പിന്നെ പച്ചക്കറിയൊക്കെ ഇട്ടല്ല, മധുരം ഇട്ടാൽ അന്നേരം എനിക്ക് ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ ഇത് വറുത്ത സേമിയ ആണ്, എന്നാലും ഇത് നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ റവയൊക്കെ വറക്കുന്നത് പോലെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്ന് നല്ലൊരു മണം, ഒരു കളറൊക്കെ വരുന്നിടം വരെ. അപ്പം ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഇപ്പം ഞങ്ങളിവിടെ 5 പേരുണ്ടല്ലേ, അപ്പോൾ ധാരാളം ഉണ്ട് 2 കപ്പ്. അപ്പം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് ചേർക്കേ. അപ്പം ഞാനിത് നന്നായി ഇങ്ങനൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ആ എക്സോസ് ഇട്ടിട്ടുണ്ട്, അതാ സൗണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് നോർമൽ സൗണ്ട് ഇടുന്നില്ലെന്ന് വെച്ച്. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4-5 ഏലക്ക ഇങ്ങനെ ഒന്ന് ചതച്ച് അതിൻ്റെ തൊലി എടുത്ത് ഞാൻ ചായക്കകത്ത് ഇട്ടു. അരി എടുത്ത് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ വെള്ളം ഒന്ന് ബോയിലായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വറുത്ത സേമിയ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, കാരണം അതൊന്ന് വേവണമല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പം നല്ല ഇച്ചിരി കട്ടിയുള്ള 2 ടൈപ്പ് വരുമല്ലേ. ഞാൻ ഇന്നാളില്ലേ സാബുദാനയുടെ കൂടെ പായസം വെച്ചില്ലേ, അതെന്ന് പറയുന്നത് ഇല്ലേ തീരെ കനമില്ലാത്ത, അത് വെച്ചും ഉണ്ടാക്കാറുണ്ട്. അന്നേരം വെള്ളത്തിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുവേ. ഇതിപ്പം സാധാരണ ഇച്ചിരി വേവുള്ള സേമിയ. അപ്പം ഞാൻ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കാമേ. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ കൊച്ചിന് കുടിക്കാനായിട്ട് കൊടുത്ത്, അവന് കുടിക്കാൻ കൊടുത്തിട്ട് ഉടനെ എനിക്ക് ഇങ്ങനെ അടുക്കളയിൽ വരാക്കത്തില്ല. ഞാനിങ്ങ് പെട്ടെന്ന് അടുക്കളയിൽ വരുവാണെങ്കിൽ ആൾ അത് കുടിച്ചിട്ട് വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങും. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തേ. അപ്പം ഞാൻ എന്നിട്ട് അവന് ഇടിപ്പിച്ചിരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യം, അവൻ്റെ ആ ഉറക്കം ഒന്ന് പോകുന്നിടം വരെ അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ഇതാക്കി എണ്ണിപ്പിച്ചിട്ടേ എനിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എണ്ണിപ്പിച്ച് ആൾ വന്ന് ബ്രഷൊക്കെ ചെയ്യുക. ഞാൻ പിന്നെ എൻ്റെ അടുക്കളയിലെ പരിപാടികൾ ചെയ്യുക. അപ്പം ഞാൻ അവിടെ നിന്നൊന്ന് വീഡിയോ എടുത്ത്, ചില സമയത്ത് നല്ല ഇതല്ലെങ്കിൽ പറയും എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഇന്നിപ്പം ചിരിച്ച് കാണിച്ചു, കുഴപ്പമില്ല. അന്നേരം അടുക്കളയിൽ വന്നുണ്ടെങ്കിൽ നല്ല മണം, എന്തോ പായസത്തിന് മണം, ഈ ഏലക്കയുടെയൊക്കെ ആയതുകൊണ്ട് ആൾ ചോദിച്ചു പായസമാണോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പായസമല്ല, പായസത്തിൻ്റെ കൂട്ടൊരു സാധനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയേ, ഇത് വെന്തു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ്. തീ ഏറ്റവും കുറച്ച് വെച്ചേരെ, ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയട്ടെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി ഞാനങ്ങ് തീ ഓഫാക്കി. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഈ ബദാം ഇങ്ങനെ വറുത്തെടുത്തതുകൊണ്ട് നല്ല കറുമുറ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി ഇങ്ങനെ ഇത്തിരി എന്താ ലൂസ് പോലെ ഇരിക്കുന്ന പഞ്ചസാരയുടെ ഇതിൻ്റെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായി വേവുമൊക്കെ ചെയ്തായിരുന്നല്ലോ, ഞാനത് അവിടെ നിന്ന് അടച്ചിട്ടേക്കുക. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ലത്. പ്രൈസം മോന് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി വായിൽ സ്പൂണിൽ വെച്ച് കൊടുത്തോണ്ടേ അവൻ പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ആൾ പറഞ്ഞു മമ്മി അതങ്ങ് തണുക്കുമ്പോൾ അതങ്ങ് ഇച്ചിരി ഒന്ന് കട്ട പോലാവും, അതുകൊണ്ട് ചൂടോടെ കഴിക്കാനാണ് നല്ലത്. പോളിന് എന്നിട്ടും ഇതിനോട് അത്ര താല്പര്യമായിട്ടില്ല. പക്ഷേ റീച്ചാനും ബാക്കി എനിക്കൊക്കെ അങ്ങ് ഇഷ്ടമായി. കൊച്ചിനും ചൂടോട് ഇഷ്ടമായി, തണുത്തത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളായിരുന്നു.
അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് എനിക്കും മനസ്സിലായി. അത് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ എടുത്തുകൊണ്ടാൽ ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് കട്ട കിട്ടുന്നത് പോലെ ആകും. സ്പൂണും കൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് അത് അലന്നലന്ന് വരുമെങ്കിലും ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ഇച്ചിരി ഒരു നല്ലത്. അപ്പം തണുക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഇത് വരത്തില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും റെഡിയായി. ഇനി ഞാൻ ചായ എടുക്കട്ടെ. സവാള, തേങ്ങ, പച്ചമുളക്. ഉച്ചക്കത്തെയൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പുതിയ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ തോരൻ വെക്കുന്നത് കോവയ്ക്കയും ഇച്ചിരി കാബേജ് ഉണ്ടായിരുന്നു അതുകൂടെ. ഈ കോവയ്ക്ക് ഞാൻ മെഴുക്കുവരട്ടി വെക്കാമെന്നും പറഞ്ഞിരുന്നു. പിന്നെ ചിന്തിച്ചെന്നാൽ അതങ്ങ് തോരൻ വെക്കാമെന്ന്. പക്ഷേ കുറച്ച് അരിഞ്ഞത് പച്ചയായിരുന്നു, നല്ല പച്ചയായിരുന്നു. പിന്നെ കുറച്ച് ഇച്ചിരി ചുമപ്പ് പോലായി. അപ്പോൾ അതിൻ്റെ അകത്ത് കോവയ്ക്കയും കൂടെ ഇട്ടിട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കത്തില്ല. കാരണം ഈ കോവയ്ക്കകത്തുനിന്ന് ചൂട് കയറുമ്പോഴേ വെള്ളം ഇറങ്ങും. അത് ഇച്ചിരി ഒരു ചിലത് വെന്തതുകൂടെ വെന്തതും പോട്ടെ വിളഞ്ഞതുകൂടെ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ വെള്ളം പോലെ ആവും. അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് ഇങ്ങനെ തോത്തി എടുക്കുന്നത്. ഞാനിത് അടച്ചതേ ഇല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ലേ ആ കോവയ്ക്ക് ഇത്തിരി ഇതായതുകൊണ്ട് ഇത്തിരി വെള്ളം കണ്ടൻറ്റ് കൂടുതലുണ്ടായിരുന്നെന്ന്. അപ്പം ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ തന്നെ ഇട്ടിരുന്ന് ലാസ്റ്റ് ഇങ്ങനെ ഇച്ചിരി കുഴി എടുത്തിട്ട് ഇങ്ങനെ നടുക്ക് ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ തീ ഏറ്റവും കുറച്ചിട്ടേക്കും. അപ്പം വെള്ളം ഉണ്ടെങ്കിൽ ആ സൈഡിൽ ഇങ്ങനെ ഊറി വരും. അന്നേരം ഇന്ന് മറക്കാതെ ഞാൻ ഉണക്കമീനെടുത്ത് വറുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇച്ചിരി വെച്ചിരുന്നതാണേ. അപ്പോൾ ഉണക്കമീനോടൊന്ന് വറുത്തെടുക്കട്ടെ. മീനൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ മോരുകറി ഉണ്ടെന്ന്. എനിക്ക് മോരുകറിയോട് അത്ര താല്പര്യമില്ല. ഞാൻ ആ തോരനും എന്നിട്ട് മുളകും ഉള്ളി സവാളയും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അത് എനിക്ക് എൻ്റെ പോളിമോനും ഭയങ്കര ഇഷ്ടമാണ്. റീച്ചാൽ ഇഷ്ടേ അല്ല. അതും മീൻ വറുത്തതുകൂടെ ഇച്ചിരി ചോറെടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ അച്ചാർ പരിപാടി തുടങ്ങിയത്. ഈ അച്ചാർ എന്ന് പറയുന്നത് ഈ ഗ്യാസ് പ്രോബ്ലമായിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഒരച്ചാറാണ്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി എന്തുകൊണ്ടും ശരീരത്തിന് നല്ലതല്ലേ. വെളുത്തുള്ളിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലേ, എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം നമ്മൾ ഈ വെള്ളനാരങ്ങ അച്ചാർ ഇടുന്നത് പോലെ എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തേ. അതിൻ്റെ കൂടെ കാന്താരി ആണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. നമ്മൾ സാധാരണ വെള്ള അച്ചാർ ഇടുന്ന ഉടനെ അധികം വെളുത്തുള്ളി ചേർക്കാറില്ലല്ലേ. ഇതെന്ന് പറയുന്നത് നല്ലതുപോലെ വെളുത്തുള്ളി ചേർക്കും. നാരങ്ങ എത്രയുണ്ടോ അതിൻ്റെ പകുതിയെങ്കിലും വെളുത്തുള്ളി ചേർക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലയാ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ നമ്പർ പിൻ ചെയ്തേക്കാം. ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ഞാൻ വീഡിയോ മൊത്തം എടുത്തിട്ടില്ല. ഞാൻ പച്ചമുളകും കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം ഇപ്പം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. പണ്ടുള്ളവർ പറയത്തില്ലേ ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുമെന്ന്. ഉണക്കമീൻ തിന്നില്ല, അതിൽ വെള്ളം ഭയങ്കര ദാഹം. നമ്മുടെ നാരങ്ങ വെളുത്തുള്ളി അച്ചാർ ഇടുക വേണ്ടിയൊരു മെസ്സേജ് ചെയ്യണേ. അടിപൊളിയാണ്. വെളുത്തുള്ളിയൊക്കെ ഗ്യാസ് ഉള്ളവർക്കൊക്കെ നല്ലതല്ലേ. ഇത് കൂട്ടുമ്പോൾ കുഴപ്പം വരത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ചേച്ചി ഇച്ചിരി മുമ്പേ അല്ലേ ഇത് പറഞ്ഞത്. അപ്പം ഞാനിത് വീഡിയോ നേരത്തെ ഇങ്ങനെ പറഞ്ഞു വെച്ചേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ മറ്റേതെടുത്തിട്ടത്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ 2 പ്രാവശ്യം ഇരുന്നാലും സാരമല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ക്ഷമിക്കുമല്ലോ എൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനിത് സ്റ്റാറ്റസിൽ ഇട്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതില്ല, ഇന്നലെ ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.